പാർട്ടിയിൽ അടിമുടി മാറ്റം എന്നാണ് ഈ സ്റ്റേറ്റ് കമ്മിറ്റി ഒരു മാഷ് പറഞ്ഞത്. അല്ല, ഏതെങ്കിലും ഘടകങ്ങളിൽ, എല്ലാ ഘടകങ്ങളിലുമാണ് മാറ്റം. മാറ്റം എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് സംഘടനാപരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരവുമായ ഉള്ളടക്കം ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പാർട്ടി മെമ്പർ മുതൽ മേലെ, അങ്ങനെയാണ്. അതായത് പാർട്ടി മെമ്പറെ പോലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സജ്ജമാക്കുക എന്നുള്ളതാണ് ഒരു പുതുക്കിപ്പണിയൽ പാർട്ടിക്കകത്ത് ഉടനീളം നടക്കേണ്ടിയുണ്ട്. അതിൽ നിങ്ങളൊരു സ്വപ്നാണല്ലോ. അതിനുവേണ്ടിയാണല്ലോ കുറെ കാലമായിട്ട് ഇങ്ങനെ നിങ്ങൾ ഭയങ്കരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരാൾ മാറുന്നതോ ഒരാൾ കൂട്ടുചേരുന്നതോ ഒന്നുമല്ല. പാർട്ടി സംഘടനാപരമായിട്ടുള്ള ദൗർബല്യങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദ്യം ആമുഖമായിട്ട് പറയുമ്പോൾ പറഞ്ഞില്ലേ, എല്ലാ തലത്തിൽ നിന്നുമുള്ള എല്ലാ വിവരങ്ങളും പരിശോധിച്ച് ഞാൻ ഉൾപ്പെടെ എല്ലാവരും എങ്ങനെയൊക്കെ മാറണം എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തി അതിൻ്റെ തുടർച്ചയിൽ കർമ്മ പദ്ധതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങളുടെ അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വേണ്ടിവരെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ അതാണ് ഉദ്ദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കേണ്ടത്. പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാലം ആവശ്യപ്പെടുന്നതല്ല, അതിൻ്റെ അപ്പുറത്തുള്ള മാറ്റമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തുള്ള മാറ്റമാണ്. ആള് മാറുന്നതുകൊണ്ട് ആണോ മാറ്റം ഉണ്ടാകുക? മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും അറിയാലോ, മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റത്തിന് വിധേയമാവാത്ത ഒരാളും തന്നെ നമ്മുടെ നാട്ടിലും പ്രപഞ്ചത്തിലും ഇല്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും മാറ്റം, എല്ലാവരുടെയും മാറ്റം എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സ്, അവരുടെ നിലപാട് ഒക്കെ മാറ്റത്തിന് വിധേയമായി മുമ്പോട്ടേക്ക് പോകേണ്ടിയുണ്ട്. അങ്ങനെ മുന്നോട്ടേക്ക് പോകും. അത് നിങ്ങൾ ചില ആഗ്രഹം മാത്രം. അത് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, പരിശോധിച്ചിട്ട് റിവ്യൂ എഴുതിയാൽ മതി. അങ്ങനെ പറഞ്ഞിട്ടില്ല. റിവ്യൂ റിപ്പോർട്ട് നന്നായി വായിച്ചു നോക്കിയാൽ മതി. ഒന്നും കൂടി വായിച്ചു നോക്കൂ. വായിച്ചു നോക്കും. ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് സംഘടനാപരമായ കാര്യമല്ല. അവരുടെ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കാര്യങ്ങളും എല്ലാം പാർട്ടി പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുക. അങ്ങനെയാണ് പാർട്ടി നിലപാട്. പാർട്ടി സെൻട്രൽ കമ്മിറ്റി പറയുന്നത്, പാർട്ടി PB പറയുന്നത് ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പാർട്ടി പൊതുവെ മുന്നോട്ടേക്ക് പോവുക. അതാണ് പാർട്ടി പറഞ്ഞത്. ആയിക്കോട്ടെ, അതൊക്കെ ഞങ്ങൾ വായിച്ചതല്ലേ. ഞാൻ ഉൾപ്പെടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണല്ലോ. PBയും അതുപോലെ തന്നെ CCയും തയ്യാറാക്കിയ റിപ്പോർട്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം എന്താണ് ഉപയോഗിച്ച പദം വരെ നമുക്കറിയാം. അല്ല, ഇല്ലെന്ന് പറഞ്ഞതല്ല, ഞാൻ ഇല്ല എന്നല്ല പറഞ്ഞത്. അതായത് സെൻട്രൽ കമ്മിറ്റിയുടെ, അതായത് PB തയ്യാറാക്കി സെൻട്രൽ കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് അവിടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചു വന്ന രാഷ്ട്രീയമായ റിവ്യൂ, ആ റിവ്യൂ റിപ്പോർട്ട് കൂടി ചേർത്തുകൊണ്ടാണ് പാർട്ടി മുന്നോട്ടേക്ക് പോവുക എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി വേറെ സംസ്ഥാന കമ്മിറ്റി വേറെ എന്ന രീതിയിൽ എടുക്കേണ്ടിയില്ല. അങ്ങനെ വരുമ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ, പാർട്ടി PBയുടെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ മേലയിൽ നിന്ന് വരുന്ന സഖാക്കളുടെ നിർദ്ദേശങ്ങൾ, ഇതെല്ലാം ചേർത്തുകൊണ്ട് പരിശോധിച്ചുകൊണ്ടാണ് പാർട്ടി മുമ്പോട്ടേക്ക് പോകുന്നത്. ആഴത്തിലുള്ള തിരുത്തൽ വേണം തന്നെയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഉടനീളം പറഞ്ഞത്, സെൻട്രൽ കമ്മിറ്റിയും പറഞ്ഞത്. ഒരു സംശയമില്ല. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളത്, സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞു. അതെ, അത് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റിക്ക് അതിൽ ഇടപെടാൻ കഴിഞ്ഞില്ല എന്നുള്ള ദൗർബല്യവും ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ദൗർബല്യം ഇപ്പൊ CCയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പാർട്ടിക്ക് വിഘാതമായ ഒരു വിവാദമായി അത് വളരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന നിലയിൽ സഖാവ് MV ഗോവിന്ദനെ എടുക്കേണ്ട ഒരു സമീപനമുണ്ടല്ലോ. ആ സമീപനം എടുത്തിട്ട് അതിന് കുറച്ച് നേരത്തെ MA ഉന്നയിച്ചപ്പോൾ നിങ്ങളത് അല്ലല്ല, അതിൽ പാർട്ടി സംഘടനാപരമായ നിലപാട് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പറ്റിയ പെശകായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കൊണ്ടുവന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിന് അംഗീകാരം കൊടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, സ്വാഭാവികമായിട്ടും ആ ഒരു നിലപാടിൽ അവിടെ ചർച്ച ചെയ്തപ്പോൾ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടു. ആ ദൗർബല്യം പരിഹരിക്കാൻ സംസ്ഥാന കമ്മിറ്റിയും കഴിഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റിയും വിലയിരുത്തി. സെൻട്രൽ കമ്മിറ്റി അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ. അതിൽ മറ്റു കാര്യങ്ങളൊന്നും അതിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കാനില്ല.
അല്ല, വാരാന്ത പതിപ്പിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം ഉൾക്കൊള്ളണം, എന്തെല്ലാം ഉൾക്കൊള്ളണ്ട എന്നുള്ളത് ഇവിടെ പത്രക്കാരാൽ ഇരിക്കുന്നില്ലേ, അവരല്ലേ തീരുമാനിക്കുക. അതിൽ നിങ്ങളെന്തിനാ ഇടപെടുന്നത്? സാമാന്യ മര്യാദ അനുസരിച്ച് മറ്റു മാധ്യമങ്ങൾ അങ്ങനെ ഇടപെടാറില്ല. ഇപ്പം നിങ്ങൾ ഇടപെടുന്നത് ഒരു തിങ്കളാഴ്ച തുടങ്ങി, ഒരു ദിവസം മാറിപ്പോയെന്നല്ലേ ഉള്ളൂ. അതിനകത്ത് അല്ല, അത് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, സാങ്കേതിക പ്രശ്നം കൊണ്ടാണ്. കൃത്യമായിട്ട് സ്വരാജ് തന്നെ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ള സ്വരാജ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞായറാഴ്ച ഇറങ്ങാൻ തീരുമാനിച്ചത് തിങ്കളാഴ്ചയായി പോയി എന്നുള്ളത് എന്തുകൊണ്ടാണ്? ആദ്യത്തെ ദിവസം പറഞ്ഞു സാങ്കേതിക കാര്യങ്ങൾ കൊണ്ടാണ്. ആ കാര്യങ്ങൾ പരിഹരിച്ചു, അവർ ഇറക്കുകയും ചെയ്തു. ആ ലേഖനല്ലല്ലോ തീരുമാനിക്കുന്നത് കൊടുക്കണോ കൊടുക്കണ്ടേന്നും. ഏതെങ്കിലും ഒരു ലേഖകനല്ലല്ലോ ദേശാഭിമാനി വാരിക അല്ലെങ്കിൽ സൺഡേ സപ്ലിമെന്റ് പ്രസിദ്ധീകരിക്കണോ പ്രസിദ്ധീകരിക്കണ്ടോ തീരുമാനിക്കുന്നത് ആ പത്രാധിപരല്ല, ആ പത്രാധിപ സമിതിയല്ലേ. ആ ലേഖനമില്ല, ഒരു ലേഖനമില്ല. അത് എന്താ കൊടുക്കാതെ? അങ്ങനെ ഒരു ലേഖനം വേണ്ടേ എന്നാലേ കൊടുക്കല്? ആര് പറയുന്നുണ്ടെന്ന്? ആരാ ഉണ്ടെന്ന് പറയുന്നത്? അല്ല, ഒരു ലേഖനം എഴുതിയിട്ടായിരിക്കാം പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? ഏത് എഴുത്തുകാരനാണ് ഒരു ലേഖനം എഴുതിയിട്ട് പ്രസിദ്ധീകരിക്കാൻ പറ്റാത്തത്? അത് ദേശാഭിമാനി കൊടുത്താൽ ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടിയോ തീരുമാനിക്കും ദേശാഭിമാനിയില്ലേ. അതാ ഞാൻ പറഞ്ഞത്, ദേശാഭിമാനി പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനി അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിനെന്താ നിങ്ങളോട് പറയണ്ടായിരുന്നോ? അതൊക്കെ അവരോട് ചോദിക്കേണ്ടതാണ്. ദേശാഭിമാനി എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല എന്ന് ചോദിക്കാൻ നിങ്ങൾ മനോരമക്കാരന് എന്താ അവകാശം? നിങ്ങൾ എത്ര പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? എത്ര വാർത്ത പ്രസിദ്ധീകരിക്കാണ്ടിരുന്നിട്ടുണ്ട്? എത്ര ലേഖനം പ്രസിദ്ധീകരിക്കാതിരുന്നിട്ടുണ്ട്? ഇമാതിരിയുള്ള മനോരമ മാത്രമൊന്നുമല്ല, മാതൃഭൂമിയും മനോരമ മാത്രമൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മനോരമ മാത്രമല്ല, എല്ലാ മാധ്യമങ്ങളും ഇങ്ങനെ ലേഖനം വാങ്ങിയിട്ട് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്ത എത്രയോ അനുഭവങ്ങളുണ്ട്. തെറ്റൂല, അത് പ്രസിദ്ധീകരിക്കൂല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പ്രസിദ്ധീകരിക്കൂല. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ മനോരമ പ്രസിദ്ധീകരിക്കില്ല, മാതൃഭൂമി പ്രസിദ്ധീകരിക്കില്ല, ആരും പ്രസിദ്ധീകരിക്കില്ല. യെസ്. ആ, കള്ളം വിജയൻ എന്ന് പറഞ്ഞ ആളെയൊന്നും സമീപിച്ചിട്ടൊന്നുമില്ല. ഇല്ല, മനോരമ അങ്ങനെയല്ല. ആ, ഒരു സംസ്ഥാന സെക്രട്ടറി രണ്ടുപേരാണ് ദേശാഭിമാനിയുടെ ചുമതല പാർട്ടിയിൽ നോക്കുന്നത്. നിരന്തര വിവാദമൊന്നുമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു അല്ല, അതുണ്ടാ തള്ളി പറയും. പിന്നെ ശരിയല്ലാത്ത നിലപാട് വന്നാൽ തള്ളി പറയില്ലേ? ശരിയല്ലാത്ത നിലപാട് ദേശാഭിമാനിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന സന്ദർഭങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ദേശാഭിമാനിയാണ് CPIM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ജിഹ്വ. അതില്ലാത്തൊരു ദിവസത്തെപ്പറ്റി ആലോചിക്കാൻ തന്നെ സാധിക്കില്ല. നിങ്ങളെല്ലാം മുമ്പിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടി വിരുദ്ധമായ, രാഷ്ട്രീയ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ച് വലതുപക്ഷ ആശയങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ കേരളത്തിൽ ദേശാഭിമാനി പോലും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെപ്പറ്റി ഞങ്ങൾക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. ഒരു ഇടതുപക്ഷക്കാരനും ആലോചിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ദേശാഭിമാനി നിങ്ങളുടെ ജാഗ്രത നല്ലത്. ദേശാഭിമാനി കുറേയും കൂടി മെച്ചപ്പെടണം, നല്ലപോലെ മെച്ചപ്പെടേണ്ടതുണ്ട് എന്നുള്ള മറ്റ് പത്രക്കാരുടെ, മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ളവരുടെ ജാഗ്രത ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് നല്ലത്. ഞങ്ങൾ ജനങ്ങളുടെ പത്രമാണ് ദേശാഭിമാനി. കാരണം അതിന് മൂലധന ശക്തികളില്ല. അത് ജനങ്ങളുടെ പാർട്ടി പത്രമാണ്. അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കും, ഇനിയും ശ്രദ്ധിക്കും. നിങ്ങളുടെ നിർദ്ദേശവും വിമർശനവും എല്ലാം കൂടി ചേർത്ത് ദേശാഭിമാനിയെ കുറേയും കൂടി ശക്തിയായ രീതിയിൽ ശ്രദ്ധിച്ച് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്. എവിടെ? അല്ല, വാരാന്ത്യപതി മൊത്തം ചുമതല ദേശാഭിമാനി എഡിറ്റോറിയൽ ബോർഡിലാണ്. അതിലൊക്കെ വിഭജിച്ചു കൊടുത്ത പ്രവർത്തനം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ചുമതലയൊന്നുമില്ല. അല്ലല്ല, KR രാജനൊന്നുമില്ല. അല്ല, KR രാജനാണോ അല്ലയോ എന്നുള്ളതിനെ പറ്റിയല്ല ഇവിടെ ചോദ്യം. ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശാഭിമാനിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല അതിൻ്റെ എഡിറ്റോറിയൽ ബോർഡിനാണ്. ആ എഡിറ്റോറിയൽ ബോർഡിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി സഖാക്കളുണ്ട്. അവരാരൊക്കെയാണ് അതിന്റെ ചുമതലക്കാർ എന്ന രീതിയിൽ നമ്മളിപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ല. ആയിരുന്നു. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ LDF സർക്കാർ വെച്ച മൂന്നാമത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് ഈ അടുത്ത് അറസ്റ്റിലായി. അന്ന് പറഞ്ഞത് ഒരു ബന്ധവുമില്ല LDF-നോ ബോർഡിനോ ഒന്നും. അല്ല, ഞങ്ങൾ പറഞ്ഞതല്ല, കോടതിയും പറഞ്ഞു, അതുപോലെ തന്നെ SIT-യും പറഞ്ഞു. കാരണം 2 FIR-ലും ഇവരാരുടെയും പേരുണ്ടായിരുന്നില്ല. ആദ്യത്തെ FIR-ലും ഇല്ല, രണ്ടാമത്തെ FIR-ലും ഇല്ല. ഇപ്പോഴും ഗവൺമെൻറ് മാറി വന്നതിന് ശേഷം മന്ത്രി തന്നെ ശക്തിയായിട്ട് ഇടപെടുന്ന നിലയുണ്ടായി എന്നുള്ളത് അന്ന് വിമർശനപരമായിട്ട് വന്നെയാണ്. അതൊക്കെ വെച്ച് എന്തൊക്കെയാണ് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് വേണം
കൃത്യമായ നിലപാട് സ്വീകരിക്കാനെന്നാണ് പാർട്ടി അതിനെ സംബന്ധിച്ച് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ എസ് ഐ ടിയെ തള്ളി പറയുന്നില്ല. എന്നാൽ ഒരു ഘട്ടത്തിലും പേര് ഇല്ലാതെ